രാവിലെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇലിമ്പിക്ക മൂത്ത് കിടപ്പുണ്ട്. അതൊന്ന് പറിച്ചേക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്നലെ കണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ പറിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ചുമ്മാ ഇലിമ്പിക്കയുടെ അങ്ങോട്ട് ചെന്നു. ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മൂത്തത് നോക്കി, ഒത്തിരി മൂത്തിട്ടൊന്നുമില്ല, എന്നാലും ഉള്ളതിൽ മൂത്തത് നോക്കി ഒരു 3-4 പറിച്ചു. പറിച്ചതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൂക്കളും കൂടെ ഇങ്ങ് പോന്നു. ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായേക്കുന്ന കേട്ടോ. അതുകൊണ്ട് പ്രത്യേകിച്ച് വിഷവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഉപ്പും കൂട്ടി തിന്നാമെന്ന് ഓർത്തു. കുറച്ച് പറിച്ചു. പിന്നെ അതുമായിട്ട് പയ്യെ നടന്ന് നേരെ അടുക്കളയിലോട്ട് പോവുകയാണ്. അടുക്കളയിൽ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉപ്പെടുക്കണം. ഉപ്പും കൂടി തിന്നാലാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഉപ്പ് മാത്രം പോരാ, ഒരു കാന്താരിയും കൂടെ വേണം. വീടിൻ്റെ പുറകിലൊരു ചീനി നിൽപ്പുണ്ട്. പക്ഷേ അതിൽ മൂത്തതിന് ഭയങ്കര എരിവാണ്. അപ്പോൾ ഞാനൊരു ഇടത്തരം നോക്കി ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഒരെണ്ണം പറിക്കാൻ പോവാണ്. ഒത്തിരി മൂത്തതിന് എരിവായതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ എനിക്കൊരു ചെറുത് കിട്ടി. അപ്പോൾ ഒറ്റക്കൈയിൽ തന്നെ ഞാൻ അതെല്ലാം കൂടെ വെച്ചിട്ട് നേരെ തിന്നാൻ പോവാണ്. അപ്പോൾ കയ്യിൽ കുറച്ച് ഉപ്പ് ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരെണ്ണം കൂടെ പറിച്ച് തിന്നേക്കാമെന്ന് ഓർത്ത് നേരെ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. വീണ്ടും ഇത് ചുറ്റും നോക്കി ഒരെണ്ണം കിട്ടി. അപ്പോൾ കയ്യിൽ ആ ബാക്കിയിരുന്ന ഉപ്പും തിരുമ്മി ബാക്കി ആ ഒരെണ്ണം കൂടെ തിന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്ന് വെച്ചാൽ നല്ല പുളിയാണ്. അച്ചാറിടാനും പിന്നെ മീൻകറിയൊക്കെ വെക്കാനൊക്കെ ഈ സാധനം സൂപ്പറാണ്.